ഹണി ട്രാപ്പ് അല്ല, അവിഹിത ബന്ധം, അത് ഭർത്താവ് പിടികൂടി അതിനുശേഷമുള്ള പീഡനം, അങ്ങനെയാണോ ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം? മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്ന വിശദാംശങ്ങൾ ഈ കേസിലെ ഒന്നാം പ്രതി ജയേഷ്, രണ്ടാം പ്രതി രശ്മി, ഈ രണ്ടുപേരുടെയും പേരിലുള്ള കേസിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പാണ്. ഈ കേസിൽ റാന്നി സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ആഭിചാരമില്ല, ഹണി ട്രാപ്പില്ല. ഇതിൽ പ്രണയബന്ധവും അതുമായി ബന്ധപ്പെട്ട കലഹങ്ങളും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ജയേഷും രശ്മിയും ഭാര്യ ഭർത്താക്കന്മാരാണ്. രശ്മിയും ഈ പരാതിക്കാരനും, അതായത് ഇപ്പോൾ മർദ്ദനമേറ്റു എന്ന് പറയുന്ന പരാതിക്കാരനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നുള്ളൊരു സംശയം ഈ ജയേഷിന് ഉണ്ടായി. ഈ പരാതിക്കാരൻ സ്വന്തം ഭാര്യയുടെ ദൃശ്യങ്ങൾ പകർത്തി വെച്ചിട്ടുണ്ട് ഫോണിൽ എന്നുള്ള സംശയവും അയാൾക്കുണ്ടായി. ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് 5-ാം തീയതി, ഈ ഓണത്തിന്റെ ദിവസം, ഈ പരാതിക്കാരനെ ജയേഷ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടിലെത്തിയ ഉടൻ തന്നെ രശ്മിയും ജയേഷും ഇയാളെ ആക്രമിക്കുകയായിരുന്നു. മുറി അടച്ച ഉടൻ തന്നെ പെപ്പർ സ്പ്രേ അടിച്ച് ഇയാളെ അവശനാക്കി. അതിനുശേഷം ഷോൾ കൊണ്ട് കൈയും കാലുമൊക്കെ കെട്ടി, അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കയറുകൊണ്ട് ഉത്തരത്തിൽ ഇയാളെ തൂക്കി നിർത്തി. അതിനുശേഷം ഇരുമ്പ് വടി കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു. ആ മർദ്ദനത്തിന് ശേഷം സൈക്കിൾ ചെയിൻ കയ്യിൽ ചുരുട്ടി നെഞ്ചിന് ഇടിച്ചു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ പോലീസിന്റെ കൃത്യമായ അന്വേഷണമാണ് ഈ രണ്ട് സൈക്കോകളായ പ്രതികളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാകും.